അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് ചെറുപ്പത്തിൽ തുടങ്ങിയിരിക്കുന്നത്, അതായത് ആർട്ടിൽ തുടങ്ങിയിരിക്കുന്നത് പാട്ടുകൾ കേട്ടിട്ടാണ്. അച്ഛൻ വെക്കുന്ന കാസറ്റ്, ടേപ്പ് റെക്കോർഡറിൽ പ്ലേ ചെയ്യുന്ന പാട്ടുകളാണ് എൻ്റെ സംഗീതത്തിൻ്റെ ബേസ്. ഫെമിനിസം സംസാരിക്കേണ്ടത് തന്നെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതിനിപ്പോൾ എത്ര നമ്മൾ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾക്കിടയിൽ തന്നെ ഒരുപാട് പേര് ദുരിതം അനുഭവിക്കണ സ്ത്രീകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അവരൊക്കെ പലരും എൻ്റെ അടുത്ത് ഈ വേഴ്സസ് ഒക്കെ വീട്ടിൽ പറയാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ഓക്കെ, ഞാൻ പാടുന്നതിനും പറയുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടല്ലോ. ഒരു ഡയറക്ടർ എൻ്റെ അടുത്ത്, ഫിലിം ഡയറക്ടർ സംസാരിച്ച് ഒരു സ്ഥലത്ത് പരിചയപ്പെട്ടു. അപ്പം എന്നെ പേര് പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ റാപ്പൊക്കെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പം എനിക്ക് മനസ്സിലായി. എൻ്റെ അനിയത്തി വീട്ടിലെന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ, എന്തെങ്കിലും അവൾ എവിടെയും പോകണമെന്നോ അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ നടക്കണില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇന്ദുലേഖയുടെ റാപ്പാണ് ചെയ്യാറുള്ളത്, പറയാറുള്ളതെന്ന് പറയാനുള്ളതല്ലേ? പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇപ്പോൾ 4-5 വർഷമായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആൾക്കാരത് ഓർത്തിരിക്കുന്നുണ്ടല്ലോ. എൻ്റെ ചിരി, എൻ്റെ ആ, മേക്കപ്പ്, എൻ്റെ ആ, ബോഡി, ആ. എൻ്റെ വാക്ക്, എൻ്റെ നോക്ക്, എൻ്റെ രീതി, എൻ്റെ ചിരി, എൻ്റെ മേക്കപ്പ്, എൻ്റെ ബോഡി, എൻ്റെ സ്റ്റൈൽ, എൻ്റെ ചിരി, എൻ്റെ മേക്കപ്പ്, എൻ്റെ ബോഡി, എൻ്റെ ഫ്രീഡം. ബസ്രൂർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലാണ് ആ സ്റ്റുഡിയോ. ആ, ശരി. അപ്പോൾ ഈ KGF അത് ആ ടീമാണല്ലോ, ആ, ഹൊമ്പാലയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബസ്രൂർ എന്ന് പറഞ്ഞ മൂകാംബിയുടെ അടുത്താണ് ആ, ശരി. സ്ഥലം. അപ്പോൾ അവരുടെ നാട്ടിൻപുറത്ത് അദ്ദേഹം ഉം. വലിയൊരു സ്റ്റുഡിയോ സ്റ്റുഡിയോ. പണിതിരിക്കുക. നെടുമുടി വേണുവെങ്കിലും അതെ. അദ്ദേഹം വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഒരു അലുമിനിയം കലമൊക്കെ മേടിച്ച് ഇങ്ങനെ ഷർട്ട് അയച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കൊട്ടി അതെ. പാടിയിരുന്നു. ഗായിക ഇന്ദുലേഖ വാര്യരാണ് ഇന്ന് നമ്മളോട്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ സ്പീക്കിംഗ്. യെസ് സജീഷ് ചേട്ടാ. കുറേ നാളായി ഇന്ദുലേഖയായിട്ട് കുറേ ഒന്ന് ഇങ്ങനെ കാലായി. അതെ അതെ അതെ. ഇരിക്കണമെന്നും സംസാരിക്കണമെന്നൊക്കെ Yes. പലതവണ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ. ആ സമയത്തൊക്കെ ഇന്ദുലേഖ വളരെ ഉം. തിരക്കിലാണ്. അതെ. ഞാൻ ഇന്ദുലേഖ കാണുന്ന ആദ്യത്തെ ഒരു നിമിഷം ഞാൻ ഓർക്കുകയാണ്. ആ എന്നാ അത്? കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അത് ഇന്ദുലേഖ എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ആ സമയം ഓർമ്മയുണ്ടാവില്ല എന്തായാലും. ഇല്ല. അപ്പോൾ അന്ന് ജവഹർ ബാലഭവനിൽ ജയരാജേട്ടൻ്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം വരുന്ന എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു കുട്ടി ഉടുപ്പൊക്കെ ഇട്ടിട്ട് ജയരാജേട്ടനെ കൈ പിടിച്ച് ഇങ്ങനെ ബാലഭവനിലേക്ക് വരികയാണ്. ജയരാജേട്ടൻ്റെ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം തുടങ്ങി. പ്രോഗ്രാം എൻ്റെ ഒരു ഏകദേശം ഒരു പകുതി സമയപ്പോൾ ആൾ പറഞ്ഞു, എന്നോടൊപ്പം എൻ്റെ മകൾ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൗതുകത്തോടെ നോക്കുമ്പോൾ ഇങ്ങനെ കൈ ചൂണ്ടി സദസ്സിലേക്ക്. അപ്പോൾ ഇന്ദുലേഖയുടെ അടുത്തേക്ക് എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോൾ ജയരാജൻ പറയാണ്, നിങ്ങൾ നോക്കണ്ട, അവള് സ്റ്റാർ ഒന്നും അല്ല, പക്ഷെ ആ കുട്ടി ഇന്ന് ഒരു സ്റ്റാർ ആയിട്ട് ഇവിടെ ഇരിക്കണം. അതൊരു ആ ഒരു കാലഘട്ടം അതിങ്ങനെ വല്ലാതൊരു പ്രത്യേക സന്തോഷം. ഇന്ദുലേഖയുടെ വളർച്ച ഞാൻ അങ്ങനെ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ, അല്ലെങ്കിൽ സാഹിത്യ ഭാഷയിൽ പറഞ്ഞ സസൂക്ഷ്മം ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആദ്യകാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ കുറച്ച് കലാപരിപാടി അതിൽ സമ്മാനം കിട്ടി, അങ്ങനെ പത്രത്തിലും കോളേജ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നൊരു കാലഘട്ടം. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? അതെ. എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ? പാട്ട് ഗായികയായിട്ടാണ് മെയിനായിട്ട്. സിംഗിങ് തന്നെയാണ്. പിന്നെ റാപ്പ് ചെയ്യും ഇടയ്ക്ക്. പിന്നെ ഇപ്പോഴത്തെ മെയിൻ പ്രൊഫഷൻ ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ് വെച്ചാൽ കവിതകളും കഥകളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ ഒരു സെഷൻ. അങ്ങനെ സിംഗർ, റാപ്പർ, സ്റ്റോറി ടെല്ലർ, അങ്ങനെയാണ് ഇപ്പൊ കരിയർ പോണേ. എല്ലാം ഇങ്ങനെ വന്ന് വീണതാണ്. ആ ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കണം. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇന്ദുലേഖ ഒരേ സമയം കുട്ടിയുടെ അടുത്ത് വളരെ വാത്സല്യന്തിയായിട്ടുള്ള ഒരു അമ്മയായിട്ട് യൂട്യൂബിൽ കാണാം. അതേ ആള് തന്നെ സ്റ്റേജിലും ഒരു പൊട്ടിത്തെറിക്കുന്ന റാപ്പറായിട്ട് വരുന്നു. അതെ അതെ. അങ്ങനെ അതേ ആള് തന്നെ KLF പോലുള്ള സാഹിത്യോത്സവങ്ങളിൽ കുട്ടികൾക്ക് കഥകൾ ചൊല്ലി കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പരസ്പരം വളരെ വ്യത്യസ്തമായിട്ട് മേഖലയാണ്. സ്റ്റേജിൽ പാടുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? ബാലൻസിങ് കുറച്ച് ചാലഞ്ചിങ് ആണ്. ആദ്യം എല്ലാ കരിയറും പാട്ട് ചെറുപ്പം മുതലേ അങ്ങനെ കൂടെ ഉള്ളതാണ്. അതിൽ നിന്ന് വിട്ടുപോയിട്ടേ ഇല്ല ഞാൻ. പഠിക്കുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും വേറെ ജോലിയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെയും പാട്ട് കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതൊരു കരിയറായി അത് ആക്കിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു ഓഫീസ് ജോലി ചെയ്യണം, അതിൻ്റെ കൂടെ പാട്ട് കൊണ്ടുപോകാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പേർപ്പസ്ലി എടുത്തതാണ് റാപ്പ് എന്നുള്ള തീരുമാനം. കാരണം പാട്ട് കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ടാൽ പോരാ,
ഈ ഒരു സ്പേസില് എന്തെങ്കിലും ഒന്ന് ട്രെൻഡാണല്ലോ. അതെ. എന്തെങ്കിലും ഒരു കാലഘട്ടത്തിന്റെ അതെ. ഉം. അന്ന് പക്ഷെ ഇത്രയും ട്രെൻഡ് ആ. ആയിട്ടില്ല. 2020ലാണ് ഞാന് റാപ്പ് ചെയ്തത്. 2020 ല്ലേ? ആ. ഓ! ഇതിപ്പോ 5 ഇയേഴ്സ് ആയില്ലേ. അത്രയും. അപ്പൊ അന്ന് ഇത്രയും പോപ്പുലർ ഉം. ആയിട്ടില്ല റാപ്പ് സീൻ. പക്ഷെ മലയാളത്തില്. എന്നാൽ അപ്പൊ അന്ന് ഒരു ചലനം ഉണ്ടാക്കാൻ ഇതിലെ കൂടെ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് റാപ്പ് ചെയ്തു തുടങ്ങിയത്. പിന്നെ സ്റ്റോറി ടെല്ലിങ്ങും ഇതൊക്കെ മോനുണ്ടായതിന് ശേഷം ആളുകള് വിളിച്ച് ചെയ്യിപ്പിച്ച് തുടങ്ങിയതാണ്. അപ്പോ എനിക്ക്ന്ന് വെച്ചാ ചിലപ്പോ ഒരു ദിവസം വല്ല ഭക്തിഗാന പരിപാടിയായിരിക്കും. പിറ്റേ ദിവസം സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും. പിറ്റേ ദിവസം കുറച്ച് അടിപൊളി പാട്ടും റാപ്പൊക്കെ ആയിരിക്കും. അങ്ങനത്തെ പരിപാടിയായിരിക്കും. അപ്പൊ കുറച്ച് ചാലഞ്ചിങ് ആണ്. കാരണം മൈൻഡ് വർക്ക് ചെയ്യണതിനനുസരിച്ച് നമ്മള് പെർഫോം ചെയ്യുമ്പോ മൊത്തം പെർഫോം ചെയ്യാണ്. കുട്ടികൾക്കെന്ന് പറയുമ്പോ വേറൊരു ഈ പറഞ്ഞ പോലെ തിയേറ്ററിന്റെ എലമെന്റ്സും ആക്ടിങ്ങും ഒക്കെ വേണ്ടതാണ്. എക്സ്പ്രസ് ചെയ്താലല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ചേട്ടനറിയാലോ ഒരുപാട് സ്റ്റേജസ് ചെയ്തതല്ലേ. അപ്പോ ഓരോന്നിനും ഓരോ സ്വഭാവം ആവണേന്റെ ഒരു ചാലഞ്ച് ഉണ്ട്. അതർവൈസ് ഐ ആം എൻജോയിങ്. നന്നായി പോണു. എങ്കിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന കാര്യം എന്താ? സന്തോഷം എനിക്ക് ഓഡിയൻസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫീഡ്ബാക്ക് ഏത് വിധേനയാണെങ്കിലും എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ടാണ് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പം അയ്യോ എനിക്ക് മറ്റ് പരിപാടികൾ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചേനെ. അപ്പം കുട്ടികളുടെയാണ് കൂടുതലെന്ന് വെച്ചാൽ കുറച്ചും കൂടി കുട്ടികളുടെ പ്രോഗ്രാം മാത്രമായിരുന്നെങ്കിൽ എന്ന് തോന്നുമല്ലോ. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ബൈ ഗോഡ്സ് ഗ്രേസ് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഓഡിയൻസിൽ നിന്നുള്ള എന്ത് എനർജി നല്ല എനർജി ഏതാണെങ്കിലും എനിക്കിഷ്ടമാണ്. അപ്പം അത് കാരണം എല്ലാം ഈക്വലി എൻജോയ് ഇപ്പം. ഇപ്പൊ അച്ഛനെ പറ്റി, ഇപ്പൊ ജയരാജ് വാര്യരെ പറ്റി പറയാതെ നമുക്ക് ഈ ഒരു സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ, എങ്ങനെയാണ് അച്ഛൻ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? അത് അതെനിക്കിങ്ങനെ ഒരു കുറച്ച് സംസാരത്തിലൂടെ പറയാൻ പറ്റും തോന്നുന്നില്ല. കാരണം അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. അച്ഛൻ്റെ അമ്മയുടെ ഇൻഫ്ലുവൻസ് ആണ് ഞാൻ. അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് ചെറുപ്പത്തിൽ തുടങ്ങിയിരിക്കുന്നത് അതായത് ആർട്ടിൽ തുടങ്ങിയിരിക്കുന്നത് പാട്ടുകൾ കേട്ടിട്ടാണ്. അച്ഛൻ വെക്കുന്ന കാസറ്റിൽ ടേപ്പ് റെക്കോർഡറിൽ പ്ലേ ചെയ്യുന്ന പാട്ടുകളാണ് എൻ്റെ സംഗീതത്തിൻ്റെ ബേസ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതൽ സുശീലാമ്മയുടെയും ജാനകിയമ്മയുടെയും പാട്ടുകളാണ്. വയലാറിൻ്റെയും ദേവരാജ് മാഷിൻ്റെയും ബാബുക്കയുടെയും പാട്ടുകൾ കേട്ടിട്ടാണ് എൻ്റെ ബാല്യം. പിന്നെ കവിതകൾ വെക്കുമായിരുന്നു അച്ഛൻ. അപ്പോൾ ആ കവിതയും പാട്ടൊക്കെ ടേപ്പ് റെക്കോർഡിൽ കേട്ടതാണ് ഞാൻ ഇന്നേ വരെയുള്ളതിലെ ഏറ്റവും വലിയ ലെസണായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പൊ അപ്പം ജയരാട്ടോട് വന്നപ്പോ തന്നെ പറഞ്ഞു രാവിലെ ചാർജ് ആവണമെങ്കിൽ 10 പാട്ട് കേൾക്കണം. അതെ 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 അച്ഛൻ്റെ ഒരു 10 പാട്ട്. ഇപ്പൊ 10 അതിനു മുമ്പ് അതിലും കേട്ടിരുന്നു കൂടുതലാണല്ലേ? തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഞാനും കേൾക്കുകയാണല്ലോ. ഞാനറിയാതെ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് അച്ഛൻ്റെ ഫസ്റ്റ് ഇൻഫ്ലുവൻസ് എൻ്റെ ഇതിൽ. ഞാൻ അറിയാണ്ട് അച്ഛൻ എന്നെ അങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. പിന്നെ അച്ഛൻ്റെ എനർജി, സ്റ്റേജിലുള്ള എനർജി അതൊക്കെ അതുപോലെ അല്ലെങ്കിലും അതുപോലെ എനിക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റും. ഞാൻ ഒരു സ്റ്റേജ് പെർഫോമർ ആവുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. കാരണം എനിക്കത് എന്നും ഒരു അത്ഭുതമായിരുന്നു. അച്ഛൻ എങ്ങനെയാണ് ഇത്രയും നേരം സ്റ്റേജിൽ നിൽക്കണേ? അച്ഛൻ്റെ ലൗഡായിട്ടുള്ള ശൈലിയും എന്താ പറയുക ഒറ്റയ്ക്ക് സ്റ്റേജ് മാനേജ് ചെയ്യാനുള്ള കഴിവൊക്കെ അതൊക്കെ ഞാനറിയാതെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ഇൻഫ്ലുവൻസ് അമ്മയാണ് എന്നെ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ പറഞ്ഞയച്ചതും എല്ലാം. അപ്പം ചെറുപ്പം മുതലേ അച്ഛൻ്റെ ഭാഷയും സംഗീതവും ആണ് എന്നെ ഏറ്റവും കൂടുതൽ ആർട്ടിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ജയരാട്ടനായിട്ട്. ഈ റാപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുഞ്ചൻ നമ്പ്യാരെ ഒന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാലേ ഈ റാപ്പിന്റെ ചില കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഇതൊക്കെ എഴുതുമ്പോ എങ്ങനെയാണ് അതാരെങ്കിലും സഹായിക്കാറുണ്ടോ ഈ റാപ്പ്? എഴുതാൻ ആരും സഹായിക്കാറില്ല. ആ. റാപ്പ് ചെയ്യാൻ ഒരു ഫയർ വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനാരെങ്കിലും സഹായിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. ആനന്ദ് ഹസ്ബൻഡ് ചിലപ്പം ഇതിനെ എന്തെങ്കിലും എഴുത് പറഞ്ഞാലേ ഞാൻ എഴുതുള്ളൂ. അത് മാത്രം എൻ്റെ ഒരു പ്രശ്നം. പക്ഷെ എഴുതി തുടങ്ങിയാൽ എങ്ങനെയോ അത് ഓർഗാനിക്കലി വരാറുണ്ട്. അതിലും ഞാൻ എഴുതുമ്പോൾ എനിക്കിങ്ങനെ തോന്നാറുണ്ട് പഴയ പാട്ടുകളിൽ നിന്നുള്ള ഒരു വൊക്കാബുലറിയൊക്കെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. വായിച്ചിരുന്നു എങ്കിലും വായനയേക്കാൾ കൂടുതൽ എനിക്ക് ആ അന്നത്തെ പാട്ടുകളിൽ നിന്നുള്ള വൊക്കാബുലറി തലയിൽ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. അപ്പം അത് എഴുത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ടോപ്പിക്സൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എപ്പോഴെങ്കിലും അനുഭവിച്ചതും ഞാൻ എൻ്റെ ഫ്രണ്ട്സിലും ബാക്കിയുള്ളവർ ഫാമിലിയിലും അനുഭവിച്ചവരിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതാറുള്ളത്.
ഇതുവരെയും അങ്ങനെ ഒരു ഫൺ റാപ്പൊക്കെ ഞാൻ 1 2 ഒക്കെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെയും ഈ റെബൽ പോയട്രി. ഈ സ്ത്രീ സ്വാതന്ത്ര്യം അതിൽ വിഷയമായിരുന്നല്ലോ. അതെ, 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 അപ്പൊ അതെ. ഒരു ഫെമിനിസ്റ്റ് ആണോ? ഫെമിനിസ്റ്റ് ആണ് ഓഫ് കോഴ്സ്. ഞാൻ ഫെമിനിസ്റ്റ് ആണ്. പക്ഷെ അത് ഒരു ഈക്വാലിറ്റി എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വിശ്വസിക്കണേ. ഫെമിനിസത്തിന് പല മാനങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. അതിലൊന്നും ഞാൻ ഭാഗവാക്കല്ല. പക്ഷെ ഫെമിനിസം സംസാരിക്കേണ്ടത് തന്നെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതിനിപ്പോൾ എത്ര നമ്മൾ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾക്കിടയിൽ തന്നെ ഒരുപാട് പേര് ദുരിതം അനുഭവിക്കണ സ്ത്രീകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അവരൊക്കെ പലരും എൻ്റെ അടുത്ത് ഈ വേഴ്സസ് ഒക്കെ വീട്ടിൽ പറയാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ഓക്കെ, ഞാൻ പാടുന്നതിനും പറയുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടല്ലോ. ചില ഒരു ഡയറക്ടർ എൻ്റെ അടുത്ത് ഫിലിം ഡയറക്ടർ സംസാരിച്ച് ഒരു സ്ഥലത്ത് പരിചയപ്പെട്ടു. അപ്പം എന്നെ പേര് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ റാപ്പൊക്കെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ, ഇപ്പം എനിക്ക് മനസ്സിലായി. എൻ്റെ അനിയത്തി വീട്ടിലെന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ, എന്തെങ്കിലും അവൾ എവിടെയും പോകണമെന്നോ അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ നടക്കണില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇന്ദുലേഖയുടെ റാപ്പാണ് പറയാറുള്ളതെന്ന് പറയാറില്ല പറഞ്ഞു. അല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇപ്പോൾ 4 5 വർഷമായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആൾക്കാരത് ഓർത്തിരിക്കുന്നുണ്ടല്ലോ. ഓർത്തിരിക്കുന്നതല്ലേ. അപ്പോൾ അല്ല, അത് അതിലെ വരികൾ വളരെ രസകരമാണ്. അപ്പൊ എന്തായാലും അപ്പം പിന്നെ നമ്മളിങ്ങനെ കാര്യപ്രസക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, ഒരു ഓക്കെ, ഒരു ഫസ്റ്റ് റാപ്പ്. ഫസ്റ്റ് കൂട്ടിലിട്ടടച്ച ശ്വാനിനെ തിരിഞ്ഞു നോക്കി നോക്കി നിന്നു ഞാനൊരൊറ്റ നോട്ടം കണ്ണിലേക്ക്. കണ്ടു ഞാനവന്റെ കണ്ണിനുള്ളിൽ ചുട്ട മൗനം, പണ്ടൊരമ്മയിൽ ഞെരിഞ്ഞമർന്ന തീവ്രമൗനം. അടച്ചുറച്ച വീട്ടിനുള്ളിൽ ഒച്ചയെ തടങ്കലാക്കി ഉച്ചയും വെളിച്ചവും വിധിച്ചതല്ല എന്നു പ്രാഗി കാകനൊച്ച വെച്ച നേരം കാലു രണ്ടും ചക്രമാക്കി സ്വപ്നവും ഋതുക്കളും അടുപ്പിലിട്ട് ചാരമാക്കി. തിളച്ചുയർന്നു പൊങ്ങി വന്ന പാലൊന്നു തുറിച്ചു നോക്കി, പഴുത്ത തട്ടിൽ വെന്തു നീറുന്നൊരു ദോശ നോക്കി ഒച്ച വെച്ചു പാടി അവൾ ഓർത്തെടുത്തു പാടി പിന്നെ, ആരു പെണ്ണിനെ അടുക്കളയ്ക്ക് കാവലാക്കി, ആരു പെണ്ണാക്കിൽ ഞാണുകൾ വരിഞ്ഞു കെട്ടി, പെണ്ണു പൊള്ളയെന്നു നാടുറക്കെയേറ്റു പാടി, പെണ്ണു പൊന്നെന്ന് പെണ്ണു മാത്രം ഓർത്തു പാടി. തീപ്പൊരിയാണ്. അതെ. അതൊക്കെ എക്സ്പീരിയൻസസ്, പലരുടെയും കേട്ട എക്സ്പീരിയൻസസ്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് അത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിൽ കൂടുതലും കുറവ് ഞാൻ എഴുതിയിട്ടില്ല. പിന്നെ അതിന് ശേഷം മറ്റൊരു റാപ്പ് കൂടി വൈറലായിരുന്നു. ഞാൻ ഒരു 4 5 ട്രാക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ചേട്ടൻ ഉപയോഗപ്പെട്ട ഒരു റാപ്പ് ഉണ്ടല്ലോ, മൊട്ട ഗ്ലോബലിന്റെ. മൊട്ട ഗ്ലോബലിന്റെ. ശരി. എന്റെ ചിരി എന്റെ മേക്കപ്പ് എന്റെ ബോഡി, എന്റെ വാക്ക് എന്റെ നോക്ക് എന്റെ രീതി, എന്റെ ചിരി എന്റെ മേക്കപ്പ് എന്റെ ബോഡി എന്റെ സ്റ്റൈൽ, എന്റെ ചിരി എന്റെ മേക്കപ്പ് എന്റെ ബോഡി എന്റെ ഫ്രീഡം. നാട്ടിൽ നടക്കുന്ന കഥയാണേ കഷ്ടം, എന്നെ കൂട്ടിലാക്കാൻ നോക്കിയോരെ കഥകളും കഷ്ടം. എന്നെ പോലുള്ള ഒരു കൂട്ടത്തിനെ കൂട്ടാൻ എനിക്കിഷ്ടം, എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരെ കൂട്ടാൻ എനിക്കിഷ്ടം. എന്റെ ഹൈറ്റും എന്റെ ഹീൽസും എന്റെ ഇഷ്ടം, എന്റെ നടത്തം നേരാക്കാൻ ആൾക്കൂട്ടം. എന്നെ പാട്ടിലാക്കാൻ നോക്കി പിന്നെ കൂട്ടിലാക്കാൻ നോക്കി, അവർ പാടുപെടുന്നതും ഒരു രസം. കയ്യടിയാണ്. കാരണം ഇത് കയ്യടിയല്ല, ബോഡി ഷേമിങ്ങിനെതിരെയുള്ള അടിയാണ് ശരിക്കും പറഞ്ഞാൽ. അതെ, ഇത് ഫീമെയിൽ ഓറിയന്റഡ് ഒന്നും ഞാൻ പറഞ്ഞിട്ട് ഇറക്കിയതല്ല. ഇത് ഇപ്പം ചേട്ടന് മൊട്ട ഗ്ലോബലിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബോഡി ഷേമിങ്ങിന് എതിരെയുള്ള ഒരു, അപ്പൊ അതങ്ങനെ എനിക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോ അന്നും മുട്ട ഗ്ലോബലിൽ ഇത് വന്നപ്പോ കുറെ മെമ്പേഴ്സ് 10,500 മെമ്പേഴ്സ് ഉണ്ടല്ലോ. കുറെ ആളുകൾ ഇതിനെപ്പറ്റി വളരെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ആ വരികളിലൂടെ വന്നു എന്നുള്ളൊരു സംഗതിയാണ്. അപ്പൊ റാപ്പിന്റെ ഏറ്റവും വലിയ ഗുണം അതാണല്ലേ, സമൂഹമായിട്ട് നമുക്ക് നേരിട്ടങ്ങ് ഇടപെടാൻ പറ്റും. പറയാണല്ലോ. ഇപ്പൊ ജയരാജന്റെ കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റയാൾ പ്രകടനത്തിലൂടെ ഇടപെടുകയാണ്. അത് അത്രയും സ്വാതന്ത്ര്യമുള്ള മറ്റു കലകളൊക്കെ ഇല്ല. കാരണം നേരിട്ട് സംസാരിക്കല്ലേ, ഒരു മനുഷ്യൻ വന്ന് സംസാരിക്കല്. റാപ്പിന്റെ ഗുണം അതല്ല, നേരിട്ട് അങ്ങ് ആ ചെറിയ വരി, വളരെ ലളിതമായ സാഹിത്യമൊന്നും ഇല്ലല്ലോ, വളരെ ലളിതമായ വരികളിലൂടെ അങ്ങ്. അപ്പൊ അത് ഗംഭീരാണ്, അതിഗംഭീരാണ്. പിന്നെ സിനിമ, ഇപ്പൊ ഒരു ഗായികയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമ മേഖല, എനിക്ക് തോന്നുന്നത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് തുടക്കം അല്ലേ ആദ്യം? 2009 ആ സമയത്താണ്. അത് ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതിലൊരു പട്ടുപാവാടയൊക്കെ ഒരു വഞ്ചിയിലൊക്കെയാണ്. എവിടെയായിരുന്നു ഷൂട്ടൊക്കെ? അത് ഒറ്റപ്പാലം ആ ഭാഗത്തുണ്ടായിരുന്നു. പിന്നെ അന്ന് പഠിക്കായിരുന്നു? അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കാം. അപ്പോ ആ സമയത്ത് ജയരാജ് സാറിന്റെ ഇതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു, എനിക്ക് മുടി സ്ട്രെയിറ്റൻ ചെയ്യാത്ത, അന്ന് സ്ട്രെയിറ്റനിങ് ഭയങ്കര ട്രെൻഡാണ്. അപ്പൊ മുടിയൊന്നും സ്ട്രെയിറ്റൻ ചെയ്യാത്ത ഒരു കുട്ടിയെ എനിക്ക് ഇങ്ങനെ ഒരു പാട്ടിൽ മാത്രമേ ഉള്ളൂ ആ ക്യാരക്ടർ, അതിൽ അഭിനയിക്കാൻ വേണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഇങ്ങനെ സംശയിച്ചിട്ടാണ് എന്നോട് ചോദിച്ചത്, ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് താല്പര്യം ഉണ്ടോന്ന്. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അന്ന്. അപ്പൊ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ്
ചെറുപ്പത്തിലെ ഭയങ്കര സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടെങ്കിലും ഫിലിം അഭിനയിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പാട്ടാണല്ലോ. അപ്പോൾ പാട്ട് എന്ന് പറയുമ്പോൾ ആ പാട്ട് എപ്പോൾ ആൾക്കാർ കാണുമ്പോഴും ഓർക്കും. സിനിമ പോലെയല്ല, അതെ പാട്ട് അതെ ഇടയ്ക്കിടയ്ക്ക് അതെ അതെ പ്ലേ അതെ ചെയ്യാം. അതെ അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അങ്ങനെയാണ് അതിലേക്ക് പോയേ. അത് 2009 ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് മമ്മൂക്കുണ്ടായിരുന്നോ അവിടെ? ഉണ്ടായിരുന്നു, എന്ത് ഉണ്ടായിരുന്നു. പറഞ്ഞാള്? അദ്ദേഹം അപ്പൊ അങ്ങനെ കാര്യമായിട്ടൊന്നും അല്ലേ? ഇതിലുണ്ടല്ലേ എന്ന് ഉം, ചോദിച്ചു ഉം, അച്ഛൻ്റെ അടുത്ത്. പിന്നീട് അച്ഛനെ എപ്പോഴോ കണ്ടപ്പോൾ കുറേ വർഷത്തിന് ശേഷം, മേ ബി ഒരു 5-6 വർഷം ഉം, മുമ്പ്, ഇപ്പോൾ ഈ ഉം. 5-6 വർഷം മുമ്പ് കണ്ടപ്പോൾ, എൻ്റെ സിനിമയിൽ അഭിനയിച്ച കുട്ടിയല്ലേ മോള് ആ. എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പം അവര് അപ്പൊ അങ്ങനെ അങ്ങനെ അഭിനയത്തിലൂടെ തുടങ്ങിയില്ല. പിന്നെ സിനിമയിൽ പിന്നെ പാടിയിട്ടുള്ള 2014 മാധവ് ഉം, രാംദാസ് ഏട്ടൻ്റെ അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞ ഉം, ഫിലിമിൽ പാടണേ. അത് ഇതുപോലെ ഇങ്ങനെ ഡിവോഷണൽ സോങ് ഒക്കെ പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഉം, സമയത്ത്. അങ്ങനെ അത് കേട്ടിട്ടാണ് രാംദാസ് ഏട്ടൻ പാടി നോക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ അത് സുദീപ് പാലനാട് എന്ന് പറഞ്ഞ ഉം, സുദീപ് ഏട്ടൻ്റെ കൂടെയായിരുന്നു, ഡ്യുവറ്റായിരുന്നു അത്. അതാണ് തുടക്കം. പിന്നെ അത് കഴിഞ്ഞ് 15 ഞാനൊരു ഒരു റിയാലിറ്റി ഷോയുടെ ഒരു ചെറിയ പാർട്ടിലുണ്ടായിരുന്നു. അന്ന് വിദ്യാജിയായിരുന്നു. വിദ്യാസാഗർ ഉം, സാറായിരുന്നു അതിൻ്റെ ജഡ്ജ്. അപ്പോൾ വിദ്യാജി അന്ന് പാടുന്ന കേട്ടിട്ട് അന്ന് അവിടെ ഈ പാട്ടാ പാടിയെ. യേശുദാസ് സരദാസേട്ടൻ ട്യൂൺ ചെയ്ത ഒരു പാട്ട്. ഉം. താജ്മഹൽ നിർമ്മിച്ച രാജശില്പി ഷാജഹാൻ ചക്രവർത്തി, അങ്ങനെ ഒരു പാട്ടാ ഉം. പാടിയെ. അത് കേട്ടിട്ടാണ് വിദ്യാജി ശബ്ദം ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് ഇങ്ങനെ ഒരു പാട്ട്, ഈ പാട്ട് തന്നെ പാടിയൊന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പാടി അയച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി. വർഷ വല്ലക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോൻ്റെ പേര്, ചെന്നൈയിൽ. ഉം. അപ്പോൾ അതെന്താ ഒരു കോയിൻസിഡൻസ് വെച്ചാൽ, എനിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യണതിൻ്റെ ദിവസമായിരുന്നു ഈ റെക്കോർഡിങ് വെച്ചത്. അപ്പോൾ ഫസ്റ്റ് ജോലിയാണ്, ഫസ്റ്റ് ജോയിൻ ചെയ്യാണ്. അന്ന് തന്നെ ഈ റെക്കോർഡിങ്. അപ്പം തന്നെ എനിക്ക് തോന്നി, ഇതെന്താ ഇങ്ങനെ? എൻ്റെ കരിയർ ഇതല്ലായിരിക്കോ? മറ്റേ ജോലി ആയിരിക്കോ എന്നൊക്കെ തോന്നി. പക്ഷെ പിന്നെ പോയി ആ ജോയിനിങ് ഒക്കെ നീട്ടി പോയി റെക്കോർഡ് ചെയ്തൊക്കെ തിരിച്ചു വന്നു. പിന്നെയും ഞാൻ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു. അപ്പോഴും എനിക്കറിയില്ലായിരുന്നു എൻ്റെ കരിയർ ഇതിലാണെന്ന്. പിന്നെ പാട്ടുകളൊക്കെ പാടി. ശരത് സാറിൻ്റെ ഒരു പാട്ട് ഓട്ടർഷ എന്ന് പറഞ്ഞ മൂവിയിൽ പാടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാടി. പിന്നെ സലാർ എന്ന് പറഞ്ഞ മൂവി, അതാണ് 2023 ഞാൻ ഉം, പാടിയത്. അത് രവി ബസ്രൂർ, ഉം. രവി സാറിൻ്റെ പാട്ടായിരുന്നു. അതിൽ ലിറിസിസ്റ്റ് രാജീവ് ഗോവിന്ദൻ, മലയാള വെർഷനാണ് മറ്റേ പാടിയത്. മലയാളം വെർഷൻ. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് അത് ട്രാക്ക് പാടാൻ എവിടെ? പോയത്. ചെന്നൈയായിരുന്നു? അല്ല, അത് ബസ്രൂർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലാണ് ആ സ്റ്റുഡിയോ. ശരി. അപ്പോൾ ഈ KGF അത് ആ ടീമാണല്ലോ, ആ. ഹൊമ്പാലയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബസ്രൂർ എന്ന് പറഞ്ഞ മൂകാംബിയുടെ അടുത്താണ് ശരി. സ്ഥലം. അപ്പോൾ അവരുടെ നാട്ടിൻപുറത്ത് ഉം. അദ്ദേഹം വലിയൊരു സ്റ്റുഡിയോ സ്റ്റുഡിയോ. പണിതിരിക്കുക. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, അവിടെ പോയി പാടിയതും. പിന്നെ അത് ട്രാക്ക് പാടാനാ പോയേ. പിന്നെ അതങ്ങനെ സിനിമയിൽ എടുത്തു, അവർക്ക് ഇഷ്ടപ്പെട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 1-2 റാപ്പ് സിനേരിയോ വന്നപ്പം ഉം. റാപ്പ് 1-2 ഫിലിമിൽ പാടി. ഒരെണ്ണം കൂടൽ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ ഉം, ഉം. പാടിയിട്ടുണ്ട്, അത് വരാൻ പോണേ ഉള്ളൂ. പിന്നെ ലേറ്റസ്റ്റ് പാടിയത് ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരു കൃഷ്ണാഷ്ടമി എന്ന് പറഞ്ഞ ഉം. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാടിയത്. പാടി വെച്ചേക്കണത്. അങ്ങനെ സിനിമയിൽ അവിടെ ഇവിടെയും ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ട്, അത് ഉം. നമ്മുടെ ഭാവഗായകൻ ജയേട്ടന്റെ ആ പി ജയേന്ദ്രന്റെ ഒപ്പം അല്ലെ? അത് യെസ്, അവസാനമായിട്ട് പാടിയത്. അത് അല്ലല്ല, ആ മേ ബി സെക്ഷൻ 306 IPC എന്ന് പറഞ്ഞിട്ടൊരു ഉം, സിനിമയിൽ പാടിയിരുന്നു. അത് 2021, അന്ന് അവന് മോനെ ക്യാരിങ് ഉം, അയക്കാൻ സമയം. അത് എൻ്റെ ജയചന്ദ്രനിലൂടെയുള്ള രണ്ടാമത്തെ പാട്ടാണ്. ഉം, സിനിമയിൽ ആദ്യത്തെ പാട്ടാണ്. ഉം, അതാണ് ഉം, സിനിമയിൽ ഉം. പാടിയിട്ടുള്ളൂ. അതിന് മുമ്പ് വേറൊരു പാട്ട്, ഒരു കല്യാണപ്പാട്ട് ചെയ്തിരുന്നു. പിന്നെയാണ് ഇത് പാടി. പിന്നെ ലാസ്റ്റ് വന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡുവറ്റ് ജയചന്ദ്രൻ്റെ. അത് സിനിമയല്ല, അതൊരു ഒരു സിംഗിൾ പോലെ ഇറങ്ങിയൊരു പാട്ടായിരുന്നു. അത് ഒരുപാട് പേര്, അത് സിനിമയാണെന്ന് തന്നെ കുറേ പേര് വിചാരിച്ചു. അത് ഒരുപാട് പേര് കേട്ട ഒരു പാട്ടാണ്. പിന്നെ പി ജയേന്ദ്രനാണെങ്കിലും അതുപോലെ നെടുമുടിയോണാണെങ്കിലും ഭരത് ഗോപി ആണെങ്കിലും ഇവരുടെയൊക്കെ ഒരു വാത്സല്യം കുട്ടിക്കാലത്ത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ? അതെ, അതെ. അത് അന്ന് അവര് ഒരു ലെജൻഡ് ആണെന്നൊന്നും എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടായിരുന്നില്ല. ഉം, കാരണം വളരെ ചെറുപ്പത്തിൽ, എനിക്ക് തോന്നുന്നു 2-ലോ 3-ലൊക്കെ പഠിക്കുന്ന സമയത്താണ് ജയചന്ദ്രൻപിള്ള സ്ഥിരം വരാറുള്ളത്, വന്നു ഉം, തുടങ്ങിയിരുന്നത്. ഉം.
അപ്പോൾ അദ്ദേഹം വരും, ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ് വരിക. ഉം. അപ്പോൾ അവിടുന്ന് ഊണ് കഴിക്കും, പാട്ട് പാടും, അങ്ങനെ പോവും. പക്ഷെ നമ്മളിങ്ങനെ ഒരു ലെജൻഡറി ഫിഗർ വീട്ടിൽ വരിക എന്നുള്ള ഒരു ഇതൊക്കെ പിന്നെയാണ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ്, അറിഞ്ഞു മേ മനസ്സിലാക്കിയത്. ബി ഒരു ഉം. കളി ഉം. സ്വഭാവമായിരുന്നോണ്ടായിരിക്കാം. പിന്നെയാണ് അതൊക്കെ മനസ്സിലായത്. അതുവരെ ഓക്കെ ജയചന്ദ്രങ്ങൾ കൊണ്ടുവന്ന ഇന്ന ഫ്രൂട്ട് സബർജലി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് ഓ, ഉണ്ടായിരുന്നു. ആ ഫ്രൂട്ടൊക്കെ ഞാൻ ജയചന്ദ്രങ്ങൾ കൊണ്ടുവന്നിട്ടാണ് കഴിച്ചതല്ലേ? കഴിച്ചിരിക്കണത് ഓ. ആദ്യം. അപ്പൊ അത്രയും ഒരു ഹോംലി ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. അമ്മ ഉണ്ടാക്കണ ഭക്ഷണം കഴിക്കും അദ്ദേഹം. പിന്നെ പാട്ടിനെ പറ്റി ഒരുപാട് പറയും. അപ്പൊ മുഴുവനൊന്നും എനിക്ക് ഗ്രഹിച്ചില്ലെങ്കിലും പാട്ട് ആസ്വദിച്ചിരുന്നു. പിന്നെയാണ് വലുതായിട്ട് ഇത്രയും വലിയൊരാളായിരുന്നു എന്നൊക്കെ മനസ്സിലായതും. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പാടുമ്പോഴത്തെ എക്സ്പീരിയൻസ്, പാടുമ്പോൾ ഒക്കെ എങ്ങനെയാ വെച്ചാൽ മിക്കവാറും അദ്ദേഹം പാടി വെച്ചത് കേട്ടിട്ട് തന്നെയാണ് ഞാൻ പാടുക. ഉം. ആദ്യം അദ്ദേഹം പാടിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമുക്ക് ഈസിയാണ്. അതിലെല്ലാ ഭാവവും ഉം. ഉണ്ടാവും. അതിന്ന് നമുക്ക് പറ്റാവുന്ന തരത്തിൽ പാടുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയായിരുന്നു. 1, 2 പാട്ട് അങ്ങനെയായിരുന്നു. പിന്നത്തെ പ്രാവശ്യം ഞാനാണ് ആദ്യം പാടി വെച്ച ഈ പാതിരാ നേരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ലാസ്റ്റ് പാടിയത്. അത് ഞാൻ പാടി കഴിഞ്ഞിട്ടാണ് ജയചന്ദ്രങ്ങൾ പാടിയത്. പക്ഷെ അതിന്റെ റെക്കോർഡിങ്ങും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ അറിയാമെങ്കിലും ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാൻഡിയറൊക്കെ മനസ്സിലായത് കുറേ കഴിഞ്ഞിട്ടാണ്. നെടുമുടി വേണു അങ്കിളും അതെ. അദ്ദേഹം വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്തുനിന്ന് ഒരു അലുമിനിയം കലമൊക്കെ മേടിച്ച് ഇങ്ങനെ ഷർട്ട് അഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കൊട്ടി അതെ. പാടിയിരുന്നു. ആഹ് അത് കുറച്ചും കൂടി വലുതായിട്ടാണ്. അന്ന് അദ്ദേഹത്തെ പിന്നെയും സ്ക്രീനിലൊക്കെ കുറേ കാണുന്നത് കൊണ്ട് അത് കുറച്ചും കൂടി പ്രായവുമുള്ള എനിക്ക് കുറച്ചും കൂടി ബോധമായത് കൊണ്ട് അതൊക്കെ അറിയായിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോഴാണ് ആഹ് ഭയങ്കര വലിയ ഭാഗ്യങ്ങളല്ലേ അത്. ജീവിതത്തിലൊരു അതെ, അതെ, അതെ. വലിയ അസുലഭ അതെ, അതെ. നിമിഷങ്ങളാണല്ലേ? മുഹൂർത്തങ്ങൾ. അതെ, ഉം. അതെ. ഒബ്വിയസ്ലി. പിന്നെ ജയചന്ദ്രൻകിൾ ഒരു പ്രാവശ്യം ഒരു റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പൊ കയ്യില് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. "ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്ത പാട്ടാ" എന്ന് പറഞ്ഞിട്ട് പാടി. ഏത് പാട്ടാ അറിയോ? ഉം. തങ്ക മനസ്സ് ആ. അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. അതപ്പം റെക്കോർഡ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. പക്ഷെ സൂപ്പർ ഹിറ്റ് ആയില്ലേ? ചൂടോടെ അല്ലേ? ആ നമ്മൾ ആദ്യം കേൾക്കുന്നു അല്ലേ? ഞങ്ങളാണ് അയ്യോ ആദ്യം അയ്യോ. കേട്ടത്. അപ്പൊ അതൊക്കെ പിന്നെ ആലോചിക്കുമ്പോ ഇത്ര വലിയൊരു സൂപ്പർ ഹിറ്റ് പാട്ടൊക്കെയാണ് അദ്ദേഹം സിമ്പിൾ ആയിട്ട് പാടി വന്ന് നമ്മുടെ അടുത്ത്. ഇഷ്ടായാലേ അത് വീണ്ടും പാടുള്ളൂ തോന്നുന്നു. റെക്കോർഡ് ചെയ്ത് അതെ അതെ വന്നാൽ അതെ. ചിലതൊക്കെ മറക്കും. ഇഷ്ടായ പാട്ട് വീണ്ടും നമ്മളെയൊക്കെ പാടി കേൾപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഇനിയുണ്ട് കുറേ എന്തൊക്കെയോ അവിടെ ഇവിടെ ഓർമ്മകളുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ ക്ലോസ് ടു ഹാർട്ടായിരുന്നു. പിന്നെ വിദ്യാജിയുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ കേൾപ്പിച്ചു എന്ന് തോന്നുന്നു. ഇന്ദു ഉം. ഉം. പാടിയതാന്ന് പറഞ്ഞിട്ട്. അച്ഛനും വളരെ ക്ലോസ് ആണ് ഉം. വിദ്യാജി. എന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ അന്ന് ക്യുസാറ്റിൽ പഠിക്കണ സമയമാണ്. MBA ചെയ്യണ സമയം. അപ്പോൾ ഒരു ദിവസം രാത്രി അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ, ജേട്ടൻ വിളിക്കൂട്ടാ നിന്റെ തമിഴ് പാട്ട് കേട്ടിട്ട് വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ, അയ്യോ പാട്ടിൻ്റെ അവിടെ നിന്ന് എനിക്ക് പേടിയാ. അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അസലായിണ്ട് അസലായിണ്ട് പാടിയത്. തമിഴൊക്കെ നല്ല ഉച്ചാരണ ശുദ്ധി നന്നായിണ്ട്. തമിഴ് അത്ര എളുപ്പമല്ല അങ്ങനെ പാടാൻ. അസലായിണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു അതൊക്കെ ഭയങ്കര ജീവിതത്തിൽ വലിയ അവാർഡ് അല്ലേ? അതെ, 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 അതെ. അപ്പോൾ ഓർമ്മിക്കാനായിട്ട്. അതെ, ഇപ്പൊ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഭർത്താവ്, അതെ. ഗായികയായിട്ടുള്ള ഭാര്യ. അപ്പൊ എങ്ങനെയാ അതൊരു ബാലൻസ് ചെയ്ത് പോകുന്നത്? അതൊരു നല്ല ബാലൻസിങ് ആണ് സത്യം പറഞ്ഞാൽ. ഒരേ കരിയറിനേക്കാളും എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. എൻ്റെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. ഞാൻ അദ്ദേഹത്തെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണോ അതുപോലെ തന്നെ തിരിച്ചും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങളുടെ തമ്മിലുണ്ട്. ഇപ്പോൾ വൈസാഗിലാണ്, വിശാഖപട്ടണത്താ വർക്ക് ചെയ്യണേ. അപ്പോൾ എൻ്റെ കരിയർ ഇവിടെ ആയതുകൊണ്ട് ഞാനും ചന്തുവും മോനും ഇവിടെ നിൽക്കണൂന്ന് മാത്രം. അങ്ങനെയൊക്കെ ഇങ്ങനെ പോണു പിന്നെ ബാലൻസ് പിന്നെ ചെയ്ത്. മോനെ പറ്റി, മോനിപ്പോ ആ സോഷ്യൽ മീഡിയയിൽ താരല്ലേ? അതെ. അവനറിയാതെ ആ. അവൻ താരായതാ. അവനെ ഇപ്പോൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവനെ എല്ലാവരും അന്വേഷിക്കും. ചന്തുവിൻ്റെ അമ്മയല്ലേ എന്നൊക്കെ ഉം. ചോദിക്കും. അവൻ ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു സ്കൂളിൽ വടകരയിലെ ഒരു സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ മാനേജ്മെന്റിലൊരു സാർ പറയായിരുന്നു ചന്തു ഞങ്ങളുടെ വീട്ടിലത്തെ കുട്ടിയെ പോലെയാണ് എന്നൊക്കെ. അപ്പം അത് ഇപ്പം അവനങ്ങനെ എൻജോയ് ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. എന്നാൽ അതൊരു ശല്യമാവാനുള്ള പ്രായമായിട്ടില്ല. പക്ഷെ ഇനി വലുതാവുമ്പം അത് അവനൊരു ബേർഡൻ ആവരുത് എന്ന് എനിക്കുണ്ട്. നമ്മളെയൊന്നും ഇപ്പോൾ എനിക്കൊക്കെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ ജയരാജ് വാര്യരുടെ മോളാണ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു നമ്മളെന്തോ വേറൊരു അല്ല, ഇതാണോ അത് എന്ന്. നമുക്കൊരു പോസിറ്റീവ് ആണോ അഡ്വാൻറ്റേജ് ആണ്. നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ് പല ആ. സ്ഥലത്തും. പക്ഷേ
ചില കുട്ടികളുടെ ഇടയിലൊക്കെ ചില ഗ്രൂപ്പിന്റെ ഇടയിലൊക്കെ അതൊരു എനിക്ക് തോന്നുന്നു ഞാനെന്തോ വേറെ ലോകത്തുനിന്ന് വന്ന പോലെ എന്നുള്ള പോലെ അവര് കാണും. ചിലവരുടെ ചിലരത് ആറ്റിറ്റ്യൂഡാണ്, ചിലരത് പേഴ്സ്പെക്റ്റീവ്സ് ആസ്വദിക്കും. ആണ്. ചിലവരത് ഉം. നമ്മളെന്താണോ അതാണ് കാണുക. ഉം. മറ്റേത് സെലിബ്രിറ്റി കിഡ് എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു കണ്ണിൽ കൂടെ കാണുന്നവരുണ്ട്. ഞാൻ ഭയങ്കര ജാടയാണെന്ന് ജഡ്ജ് ചെയ്യണവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ചന്തു വലുതാവുമ്പോൾ ചന്തു ഭയങ്കര പാട്ടുകാരനാണ്, എന്താ പറയാ വീഡിയോസ് ഒക്കെ വൈറലാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവനറിയാണ്ട് അവൻ്റെ ഉള്ളിലൊരു ഒരു സുപ്പീരിയോറിറ്റി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് വരരുത് എന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള വീഡിയോസ് തന്നെ കൂടുതൽ ഇടാറുള്ളൂ. സോളോ വീഡിയോസ് ഒന്നും അങ്ങനെ അധികം ഞാൻ ഇടാറില്ല. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യണു ആ ഫേസ്. അത് നല്ല രീതിയിലാണല്ലോ, വെറുതെ ഉം. വർത്തമാനം പറഞ്ഞിട്ടോ അങ്ങനെയൊന്നല്ല. കവിതകളിലൂടെയും കഥകളിലൂടെയൊക്കെ അവനെ ആൾക്കാർ കാണുക എന്നുള്ളത് എനിക്കും അതൊരു അഭിമാനം തന്നെയാണ്. അങ്ങനെ തന്നെ പോട്ടെ എന്ന്. എന്തായാലും വളരെ സന്തോഷം. കുറേ കാലമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു അതെ അഭിമുഖം യെസ് അത് ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കും. അതെ അപ്പോൾ നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന ഒരു കുട്ടി ഉം. ഇന്ദുലേഖ. അപ്പോൾ ഇന്ദുലേഖയായിട്ട് ഇങ്ങനെ ഒരു അഭിമുഖം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു അതെ ഒരു ചിറ്റ് ചാറ്റ് ആ അല്ലേ. സംഭാഷണം. അപ്പോൾ അത് നടത്താൻ കഴിഞ്ഞ വലിയ സന്തോഷം. കലയുടെ വൈവിധ്യ മേഖലകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും വിജയം വരിക്കട്ടെ. താങ്ക് എല്ലാവിധ യു ആശംസകളും. താങ്ക് യു. താങ്ക് യു.